അവസാനം നീ ഖേദിക്കേണ്ടി വരും, ഒരു സംശയമല്ല. അവസാനം നീ ഖേദിക്കേണ്ടി വരും. നിങ്ങൾക്കറിയുമോ അറബിയിൽ എങ്ങനെ പറയാൻ? ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. തീർച്ചയായിട്ടും നീ ഖേദിക്കും, തീർച്ചയായിട്ടും നീ ഖേദിക്കും. ഒരു കാര്യം പറയുമ്പോൾ ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലല്ലോ, തീർച്ചയായിട്ടും നീ ഖേദിക്കും, നോക്കിക്കോ എന്നൊക്കെ പറയാൻ അറബികൾ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഒന്നാമതായിട്ട് ആദ്യം ഞാൻ പറഞ്ഞ വീട്ടിലേക്ക് കിടക്കാം. നീ ഖേദിക്കേണ്ടി വരും. അഖീറൻ തെന്തം, ചന്തം പുതിയ വേർഡാണോ അത്? നദാമ എന്നാലാണ് ഖേദത്തിന് പറയാം. അഖീറൻ യക്കൂൻ എന്തൊക്കെ നദാമ എന്നൊക്കെ പറയും. നദാമ ഖേദം. അവിടെ നീ ഖേദിക്കും എന്ന് പറയാൻ, നീ ഖേദിക്കേണ്ടി വരുമെന്ന് പറയാൻ ചന്തം എന്നാണ് പറയുക. ചന്തം, അഖീറൻ ചന്തം എന്ന് പറയാം. അതുപോലെ തന്നെ സാധാരണ അവർ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അഖീദിൻ ചന്തം. കലാം, നീ കാര്യം പറയുന്നത് കേൾക്കുന്നില്ലല്ലോ. അഖീദിൻ ചന്തം, തീർച്ചയായിട്ടും ഷുവറാണ്, എഴുതി വെച്ചോ, നീ ഖേദിക്കും. അഖീറിൻ ചന്തം എന്ന് പറയാം. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരാളോട് പറയാം ലാ ചന്തം യാ ഹബീബി, ലാ ചന്തം, നീ ഖേദിക്കേണ്ടതില്ല. അലല്ല, അലല്ല, എല്ലാം ദൈവത്തിന്റെ ഹിതമാണല്ലോ, അതുകൊണ്ട് തന്നെ നീ ഖേദിക്കേണ്ട. ലാ ചന്തം, ലാ ചന്തം. അപ്പൊ നദാമ എന്നാൽ ഖേദം. എന്തി നദാമ, നദാമ, എനിക്കൊരു ഖേദമുണ്ട് എന്ന് പറയാം. സാധാരണ പറയാറുണ്ട് അൽദുൽമ അഖ്റുഹു അൻ നദാമ. അൽദുൽമ, മനുഷ്യൻ പരസ്പരം അക്രമം കാണിക്കുകയാണെങ്കിൽ അക്രമത്തിൻ്റെ ഒരു അവസാനം എന്ന് പറയുന്നത് അതൊരു ഖേദമാണ്. അന്നദാമ. അപ്പോൾ നദാമ എന്നാൽ ഖേദമെന്നാണ്. നമ്മൾ ഖേദ പ്രകടനം എന്നൊക്കെ പറയാറുണ്ടല്ലോ, അതാണ് എന്തി അന്നദാമ എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഖേദം പ്രകടിപ്പിക്കുന്നു. വാനം ഖലാസു എന്തി നദാമ യാ സയ്യിദ്, എന്തി നദാമ. അപ്പം മദാമ അല്ലട്ടത്, നദാമയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ നദാമ എന്നാണ്. അനനാദിം, ഞാൻ ഖേദിക്കുകയാണ് എന്ന് പറയും. ഹാദ യന്തം, അവൻ ഖേദിക്കുന്നു. വല്ലാനൻ, ഞാൻ ഖേദിച്ചു. നദിംത് എന്ന് പറയും, ഞാൻ ഖേദിച്ചു. അപ്പം ഖേദത്തിൻ്റെ വിവിധങ്ങളായ പാർട്ടികളെ നമ്മൾ പഠിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇതൊക്കെ പഠിച്ചാൽ ഖേദിക്കേണ്ടി വരില്ല. അശാൻ ലാചന്തം, അശാൻ ലാചന്തം, ഖേദിക്കാതിരിക്കാനാണ് ഞാനിതൊക്കെ പറയുന്നത്. ഒരു പുതിയ വാക്കായിട്ട് തോന്നുന്നുണ്ടാകും. എന്തായിരുന്നാലും അറബി ഭാഷ, അറബികളെ പോലെ സംസാരിക്കാൻ നിങ്ങളെ പര്യാപ്തമാക്കുന്ന അറബിക് യൂണിയുടെ കോഴ്സ് എല്ലാ ആഴ്ചയിലും പുതിയത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും 10,000-കണക്കിന് ആളുകളെ അറബി ഭാഷയിൽ കഴിവിട്ടവരാൻ മാറ്റിയെടുക്കുന്ന ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. കൂടുതൽ അറിയുന്നതിന് അതിനോടൊപ്പമുള്ള നമ്പറിൽ ബന്ധപ്പെടാം. മാസ്സലാം.